ഹായ്, വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുറുമയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് നല്ല ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുറുമയാണിത്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ ഒരുപോലെ സ്യൂട്ടബിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു തേങ്ങ ചിരകിയത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. കപ്പളവിൽ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വരും. ഇനി ഇതിലോട്ട് ഇത് അരയാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. നിങ്ങളുടെ മിക്സിയിൽ എത്ര നൈസായിട്ട് അരക്കാൻ പറ്റുന്നുണ്ടോ അത്ര നൈസായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പം ഇതിലോട്ട് 4 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 4 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സാധാരണ വലിയ തക്കാളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 3 എണ്ണം ഞാൻ അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി അതിലോട്ട് ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പട്ട അതൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണ്ടി വരും. അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഞാനിപ്പം 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. ചിക്കൻ മസാല ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പം നമുക്കിതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രേവി നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറച്ച് ലൂസാക്കിയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ തേങ്ങ ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് വരുമ്പം ഒന്നുകൂടി തിക്കായി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ലൂസാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക കേട്ടോ. ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. കറക്റ്റാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തിള വന്ന് കയറിയിട്ടുണ്ട്. ഒരുപാട് തിളക്കാൻ പാടില്ല, ജസ്റ്റ് തിള കയറിയാൽ മതി. എന്നിട്ടൊന്ന് കയ്യിൽ കൊണ്ട് നമുക്ക് ഇളക്കി നോക്കുമ്പം തന്നെ മനസ്സിലാവും ഗ്രേവി ഇപ്പം തന്നെ കുറച്ച് കട്ടിയാണ്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ നേരത്തെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ മുട്ട നിങ്ങളുടെ എത്രയാണോ മെമ്പേഴ്സ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 6 ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് ഇതുപോലെ 3 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ മുട്ടയിലോട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് കയറിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മുട്ട എടുക്കുക. എന്നിട്ട് ആ 3 സൈഡും കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുക.
അപ്പോൾ ഗ്രേവി ഇത് ഞാൻ രാത്രിയിലേക്കും പിന്നെ രാവിലേക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 നേരത്തേക്കും മതിയാവും. ഇപ്പോൾ മുട്ട ഞാനിപ്പം രാത്രിയിലേക്ക് മാത്രമേ പുഴുങ്ങിയിടുന്നുള്ളൂ. രാവിലെ തന്നെ പുഴുങ്ങിയിടലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് എത്ര മെമ്പേഴ്സാണുള്ളത് അതിനനുസരിച്ചിട്ട് മുട്ട പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള കയറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കുറച്ച് മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫ്ലെയിം ഓണിലില്ല, ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ പത്തിരിക്കും അതുപോലെ പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ മുൻകരുതലൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു നല്ല റെസിപ്പിയായി വരുന്നത് വരേക്കും ബൈ ഫ്രം ഷിബ്ലാസ് കിച്ചൻ. താങ്ക്